അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ കർത്താവ് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇൻ്റർവ്യൂ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയണത് ഒരു ശാന്തമഹാസമുദ്രം പോലെയാണ്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രവും. സ്വർഗസ്ഥനായ പിതാവിൽ അറ്റ്ലാന്റിക് സമുദ്രം, ദൈവാനുഭവത്തിൻ്റെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ശാന്തമഹാസമുദ്രമുണ്ട്. അതാണ് എനിക്ക് കുഴപ്പം തോന്നിയിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. കാര്യം നമുക്ക് എത്ര ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ രൂപഭാവങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ. എനിക്കാണത് അഭിഷേകം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന. ഇപ്പം ഞങ്ങളുടെ സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു. പ്രാർത്ഥിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർക്ക് പുല്ലുവായും കെട്ടി രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും മുറിയിൽ പോയി എന്നിട്ട് വായു വലിച്ചു വിടാം, തിരിച്ചു വിടും. അപ്പം ഇതൊക്കെ ആരോ പ്രാർത്ഥനയാണെന്ന് ഇവർ തലേക്കയറ്റിയിരിക്കണ. കാരണം അവർ അതാണ് പ്രാർത്ഥന. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു അത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണല്ലേ, വണ്ടി ഓടിക്കണ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണ്. പിള്ളേരൊക്കെ വണ്ടി ഓടിക്കണല്ലേ. സ്വർഗസ്ഥനായ പിതാവിലെ ആൾക്കാർ ചെല്ലണ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ നിന്നെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ അനുഗ്രഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ അഭിഷേകം വരും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതൽ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം. അല്ല ആ പ്രാർത്ഥന കാണാൻ പഠിച്ചെന്ന് പറഞ്ഞ് ലൈസൻസ് കിട്ടണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ. ഇപ്പം നമുക്ക് ദൈവപിതാവിൻ്റെ അടുത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ല് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ത്രില്ല് എന്താണ്? പാപമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാനാണ് ത്രില്ല്. ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതെ എന്നാൽ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില്ലെന്ന് പറഞ്ഞാൽ. ചാലഞ്ചാണ്. ലോകത്തോടും ശരീരത്തോടും പിശാചോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നതുള്ള നിസ്സാര കാര്യപരമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ്. കാര്യം ഇപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയണില്ലേ? അപ്പോഴെന്താണ്? അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന്. അതാരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്? ആരോടാണ്? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരമപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പിതാവും ഈശോ ഒന്നായതുകൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോയോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവപൈതൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കുന്നത്. അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. നമുക്കൊരു കൃപ കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രലോഭനം മാത്രമല്ല, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാമം പൂജിതമാകുന്നുണ്ടു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നു വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗവൺമെൻറ്
ഇന്ന ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാസ്സായെന്നൊക്കെ പറയല്ലേ, അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത്. എന്താണത്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന, ഒരു മനുഷ്യന് ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ചെല്ലണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം വേണം. അത് കിട്ടിയാൽ ലൈസൻസായി. പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി. ആ ലൈസൻസോട് കൂടി, വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടുകൂടി, ദൈവസ്നേഹത്തോടു കൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തരേണ്ടത് ദൈവമാണ്, ആ പ്രാർത്ഥന തന്നിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എന്ത് എളുപ്പമായെന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? എൻ്റെ പേര് സജിനി. ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഞാൻ ഹരിപ്പാട് മുനിസിപ്പൽ കൗൺസിലറാണ്, 11-ാം വാർഡിൻ്റെ. ഞാനിവിടുത്തെ കൃപാസനം പ്രസാദമതം മാതാവിനോടും അതുപോലെ തന്നെ തിരുകുമാരനോടും ഈ വേദിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ വാർഡിൽ ഏതാണ്ട് 2 വർഷം കൊണ്ട് എനിക്ക് വർക്കുകളൊന്നും നടക്കുന്നില്ലായിരുന്നു. വാർഡിൽ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും റോഡ് വർക്കുകളൊന്നും എനിക്ക് നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 കോടിയുടെ വർക്ക്, പ്രതിമുഖം ചൂരല്ലാക്ക റോഡ് സാങ്ഷനായി വന്ന് 3 കോടിയുടെ വർക്കാണ്. 40 വർഷം കൊണ്ട് കിടക്കുന്ന റോഡാണ്. ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. പുഞ്ചയുടെ നടുക്കൂടുള്ള റോഡാണ്. ആ റോഡ് എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലമാണ് എൻ്റെ പ്രദേശം. ജനങ്ങൾക്ക് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നീന്തി പോകാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. ജനങ്ങൾ എല്ലാവരും എന്നെ വിശ്വസിച്ച് എന്നെ ജയിപ്പിച്ച് ഞാൻ ഈ സ്ഥാനത്തെത്തിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ വളരെ എല്ലാ കൗൺസിലിലും ഞാൻ സംസാരിക്കുന്നെങ്കിലും എൻ്റെ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എനിക്ക് വളരെ വിഷമമായി. അതുവഴി ഞാൻ ഒരു പ്രാവശ്യം സർക്കാർ അറിയിച്ചു, 3 മാസം കൊണ്ട് ഈ റോഡ് 1.25 കിലോമീറ്റർ ഉള്ള റോഡാണ്, 3 കോടിയാണ്. അപ്പം അവർ പറഞ്ഞ് 3 മാസം കൊണ്ട് ഈ റോഡ് വർക്ക് തീർക്കുമോ എന്നുള്ളത് മുനിസിപ്പാലിറ്റിയോട് എഴുതി ചോദിച്ചു. മുനിസിപ്പാലിറ്റി ഉടനെ തന്നെ കൗൺസിൽ വിളിച്ച് കൗൺസിലിൽ സംസാരിച്ചപ്പം കൗൺസിലർമാരെല്ലാവരും കൂടെ പറഞ്ഞ് 3 മാസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാമെന്ന് എഴുതി അറിയിക്കൂ, ബാക്കി നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. അങ്ങനെ നമ്മൾ റോഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നമുക്ക് ആ വാർഡിൽ അപ്പോൾ ഒരു കോൺട്രാക്ടറും മാർട്ടിൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ വർക്ക് എടുത്തു. അപ്പോൾ പറഞ്ഞ് നമുക്ക് ആ ഭാഗത്തുള്ള എല്ലാവരെയും കൂടെ വിളിച്ച് നമുക്കിതിനെക്കുറിച്ചൊന്ന് ഒരു ധാരണയിലെത്താം, ആരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, എല്ലാവരും കൂടെ ആക്കി നമുക്ക് റോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. 3 മീറ്റർ വീതി മാത്രമേ ആ റോഡിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജില്ലാ പഞ്ചായത്ത് 6 മീറ്റർ വീതി എടുത്തിട്ടുണ്ടെങ്കിൽ 2 സൈഡും പുഞ്ചയുടെ നടുക്കൂടായതുകൊണ്ട് 2 സൈഡിലും 3 മീറ്റർ വീതിയും കൂടെ ആകണം. ഞാൻ എല്ലാം മൊത്തം തിരക്കി വന്നപ്പോഴത്തേക്കും കരവടച്ച രസീതൊക്കെ ഓരോരുത്തരുടെയും കൈമറിഞ്ഞത് ചില പുഞ്ചയില ആൾക്കാർ അത് വിറ്റുപോയി, ചിലരാണെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ മരിച്ചുപോയി. അങ്ങനെയൊക്കെ കുറേ താമസങ്ങൾ വന്നതുകൊണ്ട് ഈ കരവടച്ചത് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. ഏതായാലും ഞാൻ പലരെ ചെന്ന് കണ്ട് ഏതായാലും എല്ലാവരുടെയും നിന്നും കരവടച്ച രസീത് മേടിച്ച് അതുപോലെ തന്നെ ആ കരത്തിൽ കുറവാക്കി തന്നിട്ട് നമ്മുടെ റോഡിനോട് ആഡ് ചെയ്ത് കിട്ടണം. ഇതെല്ലാം ഞാൻ ചെയ്ത് വില്ലേജ് ഓഫീസിലും ഇത്രയും ഏതാണ്ട് ഒരു 20 പേരുടെയോളം കരവടച്ചത് വേണമായിരുന്നു. ഇതെല്ലാം ഞാൻ ശരിയാക്കി അതെല്ലാം വില്ലേജ് ഓഫീസിലും കൊടുത്തു, ഒരു കോപ്പി മുനിസിപ്പാലിറ്റിയിലും കൊടുത്തു. അതെല്ലാം റെഡിയായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ അവിടുത്തെ ഒരു കമ്മിറ്റി വിളിച്ച് കഴിഞ്ഞപ്പം അവിടെയുള്ള ജനങ്ങൾ, കൂടുതലും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന വാർഡാണ് എൻ്റേത്, അവിടെ ഉള്ളവർ പറഞ്ഞ് 6 മീറ്റർ വീതിയില്ലേ റോഡ് ചെയ്യണ്ട, കൗൺസിലർ അതിന് ഒരുങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 6 മീറ്റർ വീതി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ചെയ്യണ്ട, ഞങ്ങൾ നീന്തിയാണേലും പൊക്കോളാം. അങ്ങനെയുള്ള ഒരു രീതിയിൽ അവർ ഒരു സമീപനം എടുത്ത് അത് കോൺട്രാക്ടർക്ക് വളരെ വിഷമമായി. കോൺട്രാക്ടർ ആകെ പേടിച്ച് 3 കോടിയുടെ വർക്കാണ്, അദ്ദേഹം കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്ത് കഴിയുമ്പം ബില്ല് മാറി കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ എന്നോട് ചോദിച്ചു കൗൺസിലർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തരേണ്ടി വരും എന്ന് പറഞ്ഞ്. അങ്ങനെയായി കോൺട്രാക്ടർ അതിനകത്തു നിന്നൊന്ന് പുറകോട്ട് നിന്ന് അങ്ങനെ ആ റോഡ് അവിടെ കിടന്ന്
കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ 3 മാസം കൊണ്ട് തീർക്കണമെന്നുള്ളത് ഗവൺമെൻറ് അറിയിക്കുന്നത്. അതങ്ങനെ കൗൺസിൽ തീരുമാനമെടുത്ത് അത് ചെയ്യാമെന്ന് പറഞ്ഞ് അത് അന്നേരം തന്നെ എന്നോട് ഒരു ഓവർസിയർ പറഞ്ഞ്, മാഡം ഇന്ന് തന്നെ ആ പേപ്പർ വിടണം, നമുക്ക് ദിവസമില്ല, അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ മാഡം ആ പേപ്പർ നീക്കിയതിന് ശേഷമേ വീട്ടിൽ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്ന് അത് പേപ്പറെല്ലാം ഓക്കെ ആക്കി വിട്ടേക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മുനിസിപ്പാലിറ്റി വന്നപ്പോഴത്തേക്കും ചെയർമാനോട് ഞാൻ ചോദിച്ചു, ചെയർമാനെ ആ വർക്കൊക്കെ എങ്ങനെയായി, എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ അത് കൗൺസിലർ അറിഞ്ഞില്ലയോ, അത് വേണ്ട, അത് നടക്കത്തില്ല എന്ന് എഴുതി അയച്ചെന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ച്. ഞാൻ ചോദിച്ചു, നമ്മൾ കൗൺസിൽ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് എയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയതെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു അത് എയോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എയോട് അടുത്ത് ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് 1.5 മാസം വേണം നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ, അത് കഴിഞ്ഞ് 1.5 മാസം കൊണ്ട് നമ്മൾ വർക്ക് തീർക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതി അയച്ചെന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ച് താഴെ വന്ന് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മുനിസിപ്പാലിറ്റി വരത്തില്ല, എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എൻ്റെ ആൾക്കാർ, അതുകൊണ്ട് ഇനി അവരെ വിഷമിപ്പിക്കാനായിട്ടോ അല്ലെ എൻ്റെ ഈ വാർഡിലെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടും പല റോഡുകൾ പറഞ്ഞിട്ട് എനിക്കിതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. 11ാം വാർഡിനെ ഉപേക്ഷിച്ചിട്ട മട്ടിലാണ് ഈ 29 കൗൺസിലർമാരും ചെയർമാനും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ മേലാൽ ഇനി മുനിസിപ്പാലിറ്റി വരത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം കൗൺസിലർമാർ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി അങ്ങോട്ട് വാ, നമുക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. എഴുതി വിട്ട കാര്യം ഇനി ഒന്നും ശരിയാകത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇനിയും വരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലാകപ്പാടെ ടെൻഷൻ പിടിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ ആഹാരം കഴിക്കുന്നില്ല, പിള്ളേരോടായാലും ഹസ്ബൻഡിനോടായാലും ഒന്നും സംസാരിക്കുന്നില്ല. ആകപ്പാടെ ഒരു വല്ലാത്തൊരു രീതി എനിക്കായി. അവരെന്നെ വഴക്ക് പറഞ്ഞ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തോ ചെയ്യും, വർക്ക് നടന്നില്ല നടക്കണ്ട, നിനക്കെന്തോ വേണം എന്നും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറഞ്ഞ്, മക്കളും വഴക്ക് പറഞ്ഞ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലോർത്ത്, അപ്പോൾ എൻ്റെ മോടെ കുഞ്ഞിനൊരു കിഡ്നി സംബന്ധമായിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ്. അപ്പോൾ അത് കുഞ്ഞിനത് ഭേദമായി. ഇപ്പം അവൻ ബഹറി പഠിക്കുവാണ്. അപ്പോൾ അത് ഓക്കെ ആയല്ലോ, മാതാവ് എനിക്ക് ഒരു രക്ഷ തരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടനെ തന്നെ ആ സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ മുഖം ഓർമ്മ വന്ന് ഞാൻ ഉടനെ തന്നെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് ഈ വർക്ക് പൂർത്തീകരിച്ച് തരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് അമ്മ എന്നെ വളരെ നല്ല രീതിയിൽ അമ്മ എന്നെ സഹായിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടുന്ന് തന്ന ഉപ്പ് ഞാൻ റോഡിൽ കൊണ്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞ്, കൗൺസിലറെ വർക്ക് ഓക്കെ ആയി കേട്ടോ, എന്ത് മറിമായ ചെയ്തെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാ ചെയർമാനെ എന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പം തന്നെ എനിക്കങ്ങ് സങ്കടമായിരുന്നു. അമ്മ എന്നെ സഹായിച്ചല്ലോ എന്നോർത്ത്. അതുപോലെ തന്നെ ഒരു 70 ലക്ഷത്തിൻ്റെ വർക്കുണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ നീണ്ടു പോകുമായിരുന്നു. അമ്മയോട് ഞാൻ ഇതും ആവശ്യപ്പെട്ട് അമ്മ ആ 70 ലക്ഷത്തിൻ്റെ വർക്കും എനിക്ക് സാധിച്ചു തന്ന്. എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വാർഡിലേക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്, അവർക്കൊക്കെ ഞാൻ വേണ്ട കാര്യങ്ങൾ അവരെന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. പൈസയായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ പോയി അവരെ കാണും. അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ ഹെൽത്തിലൊക്കെ വിളിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. എപ്പോഴും ഞാൻ അവരുടെ ഒപ്പമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മനസ്സ് എനിക്ക് അമ്മ തന്നെയാണ് എനിക്ക് തന്നത്. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ടും അമ്മയെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് വളരെ ശാന്ത സ്വഭാവമായിരിക്കണം, എല്ലാവരോടും മയമായിട്ടും സ്നേഹമായിട്ടും മര്യാദയായിട്ട് സംസാരിക്കാനുള്ള കഴിവ് അമ്മ എനിക്ക് തരണം. അതെല്ലാം ഞാൻ സാധിച്ചിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കതെല്ലാം സാധിച്ചിട്ടുണ്ട്. എല്ലാവരോടും നല്ല വിനയത്തോടും സ്നേഹത്തോടെയും മര്യാദയോടും കൂടി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. എല്ലാവർക്കും അതുകൊണ്ട് സ്നേഹമാണെന്ന് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. തുടർന്നും എനിക്ക് ഈ ഭാഗ്യം വന്നാൽ അമ്മയുടെ അനുഗ്രഹത്താൽ വീണ്ടും എനിക്കിതിനകത്ത് അച്ഛനെ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൗൺസിലറാണെന്നുള്ള ഒരു ഇത് വെച്ച് എനിക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി. ഞാൻ ഈ പത്രം കൊടുക്കുമ്പം ആൾക്കാരെന്തെങ്കിലും എന്നെ പറയുമോ എന്നുള്ള എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു.
അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ മൊബൈൽ രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മൊബൈൽ ഓണാക്കി വെക്കും, അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കും, അതുപോലെ തന്നെ സാക്ഷ്യം കേൾക്കും. അപ്പോൾ അതിനകത്ത് ഇതുപോലെ അച്ഛൻ പറഞ്ഞ് വലുതാന്നുള്ള ഒരു ചിന്ത മാറ്റണം, തലഹനം മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്നുള്ളത് അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടും ബാഗിനകത്ത് പത്രം എല്ലാം എടുത്തിട്ടിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ തിരിച്ച് വരുമ്പം എൻ്റെ ഈ ബാഗിനകത്ത് പത്രം മുഴുവൻ എനിക്ക് തീർത്ത് തരണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വാർഡ് മുഴുവനും നടന്ന് ഒരു പത്രം പോലും എൻ്റെ ബാഗിലില്ല. എല്ലാ പത്രവും എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ച്. ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അമ്മയുടെ അനുഗ്രഹം എല്ലാ വിധത്തിലും എൻ്റെയും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകും. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. ഞാനിതുപോലെ തന്നെ പത്രം കൊണ്ട് കൊടുത്ത് ഒത്തിരി പേര് ഹരിപ്പാടുന്ന് ഇപ്പം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് എനിക്കത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും അമ്മയും തിരുകുമാരനും അനുഗ്രഹം എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ യേശുക്രിസ്തുവിനും ആദ്യമേ തന്നെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് റോയ്. ഞാൻ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന UK-യിലാണ്. ലീവിന് വന്നതാണ്. ഞാൻ 2022 ഒക്ടോബർ 14 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിന് മുമ്പ് 2 മാസം മുമ്പ് എൻ്റെ വൈഫ് UK-ക്ക് പോയായിരുന്നു. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അവൾ ശ്രമിച്ചെങ്കിലും അവിടെ ഞങ്ങൾക്കൊരു വീട് ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ മാത്രമേ വീട് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി. കാരണം ഞങ്ങൾക്ക് ഇനിയും ഫാമിലിയായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ എന്തായാലും നമുക്ക് അതിന് അമ്മ അനുഗ്രഹിക്കും, നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നിരന്തരമായി രാവിലെ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫലമായി ഒരു ദിവസം ഇവർക്ക് ഒരു വീട് കാണാൻ ഉള്ള ചാൻസ് കിട്ടി. ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ക്ലാസ്സിൽ വന്ന ഉണ്ടായിരുന്നു. ആ ഉപ്പും കൊണ്ടുപോയി ആ വീട് കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഉപ്പ് ആ വീട്ടിലിടുകയും ചെയ്തു. ഒരിക്കലും കിട്ടുമില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന വീട് ഞങ്ങൾക്ക് കിട്ടുകയും അങ്ങനെ 3 വർഷക്കാലം ഞങ്ങളവിടെ താമസിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ 3 വർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ വൈഫ് OSCEയും CBTക്കും എക്സാം പ്രിപ്പയർ ചെയ്യുകയും അതിന് എക്സാമിന് പാസ്സാവുകയും ചെയ്തു. അവൾ പോയപ്പോൾ കാശുരൂപവും കൊന്തമാലയും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഒന്നും ഇതിൽ കയറ്റാനോ ഒന്നും പറ്റില്ലായിരുന്നു. അവളുടെ മാലയിൽ കാശുരൂപം ഇട്ടുകൊണ്ട് പോയി. അവൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജയിക്കില്ല, ഭയങ്കര ടഫായിരുന്നു, ഇനിയും എഴുതേണ്ട വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ OSCEയും CBTയും പാസ്സാകുകയും അമ്മയോട് 1000 നന്ദി ഞങ്ങൾ അപ്പം തന്നെ അർപ്പിക്കുകയും ചെയ്തു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിൻ്റെ ജോലി വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും അതോടുകൂടി ഞങ്ങൾ ആകെ നിരാശരാകുകയും ചെയ്തു. ഞങ്ങളുടെ കൂടെ പല സുഹൃത്തുക്കളും പറഞ്ഞു, പുതിയ സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ 50 ദിവസം കൂടി മാത്രമേ നിങ്ങൾക്കിവിടെ UK-യിൽ താമസിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് പറയുകയും ചെയ്തു. ഇതോടുകൂടി ഞങ്ങൾ ആകെ നിരാശപ്പെടുകയും ആകെ തകർന്നു പോവുകയും ചെയ്തു. ഈ സമയത്ത് വൈഫ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയും ഞങ്ങൾ നിരന്തരം അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മയെ ഞങ്ങൾ ഉപേക്ഷിക്കരുതേ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് അമ്മയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ കാക്കണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു മാസക്കാലം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് 20 ദിവസം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് UK-യിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ വളരെ, എൻ്റെ വൈഫ് എന്നും ഫുൾ ടൈം കരഞ്ഞ് പ്രദക്ഷിണ പ്രാർത്ഥനയും അച്ഛൻ്റെ പ്രസംഗവും ചൊവ്വാഴ്ച ധ്യാനം കൂടിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ വൈകിട്ടത്തെ രാവിലത്തെ 5:30 പ്രാർത്ഥനയും രാവിലെയും വൈകുന്നേരം എല്ലാം കേട്ടുകൊണ്ട് ഞങ്ങൾ ഫുൾ ടൈം പ്രാർത്ഥന മാത്രം ഒഴുകി കരഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈഫ് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു തെളിവ് അമ്മയ്ക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈഫിന് എന്തോ നല്ലൊരു സുഗന്ധം അവൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അവൾ പറഞ്ഞു, എനിക്കെന്തോ നല്ലൊരു സുഗന്ധം, നല്ലൊരു മണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, അമ്മ നമ്മുടെ കൂടെയുണ്ട് പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ
വീണ്ടും കണ്ണീരോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് എന്തിനാ അടയാളം താ അമ്മേ, എന്തെങ്കിലും അടയാളം, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള അടയാളം ഞങ്ങൾക്ക് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസം വരുള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് അവിടെ ഭയങ്കര തണുപ്പായിക്കൊണ്ട് കോട്ടൊക്കെ ഇട്ടായിരിക്കുന്നത്. അപ്പോൾ അവൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് വെറുതെ പോക്കറ്റിൽ കൈയിട്ടപ്പോൾ എന്തോ സാധനം പോക്കറ്റിൽ തടയുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾ പോക്കറ്റിൽ കൈയിട്ട് തടഞ്ഞപ്പോൾ ആ സാധനം എടുത്തു നോക്കിയപ്പോൾ അമ്മയുടെ കാശ് രൂപം. അവൾ നോക്കിയത് എവിടെ നിന്നൊക്കെ വന്നു ഒന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു, ഈ കാശ് ഒരു ഫോട്ടോ അയച്ചു വന്നു, ഈ കാശ് രൂപം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാശ് രൂപം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ചെറിയ കാശ് രൂപമായിരുന്നു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്കിങ്ങനെ കോട്ടിൽ നിന്ന് കിട്ടിയതാണ്, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കോട്ടിൽ നിന്ന് കിട്ടിയതാണ്, ആ കാശ് രൂപമാണ് ഈ കാണുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ അമ്മയിൽ വിശ്വാസമായി, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അത് പിന്നെ ഞങ്ങൾക്ക് ദുഃഖമോ പ്രയാസമോ ഞങ്ങൾക്ക് മനസ്സിലില്ല. ഞങ്ങൾ ഫുൾ ടൈം ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ല സന്തോഷത്തോടെയാണ് പിന്നെ ഞങ്ങൾ ഓരോ നിമിഷവും കഴിഞ്ഞുകൂടിയത്. കാരണം അമ്മ കൂടെയുണ്ട്. പിന്നെ എന്തിനാ കരയുന്ന, എന്തിനാ ബുദ്ധിമുട്ട്, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അമ്മ കൂടെയുണ്ട്. അതിൻ്റെ പിറ്റേ മാസം ഡിസംബർ 16 ഇവർക്ക് നല്ലൊരു കെയർ ഹോമിൽ ജോലി കിട്ടി. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ അമ്മയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് പോയി ഞങ്ങൾക്ക് അവിടെയും അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു വീട് ലഭിക്കുകയും ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ അങ്ങോട്ട് മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മയുടെ ആശ്രയത്തിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ അനുഭവ സാക്ഷ്യം ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന പലരോടും പറയുകയും, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പുറകോട്ടും തിരിഞ്ഞു നോക്കേണ്ട, അമ്മ നിങ്ങളുടെ കാത്തുകൊള്ളും എന്ന് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരോടും പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെന്നും അച്ഛൻ്റെ പ്രസംഗം ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 5:30-ക്കുള്ള പ്രാർത്ഥന ഞങ്ങൾ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതുപോലെ തന്നെ ഉപവാസം ഞങ്ങൾ ബുധനാഴ്ച ദിവസം ഉപവാസം എടുക്കുന്ന, ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഉപവാസം എടുക്കുന്നു, അല്ലെങ്കിൽ ശനിയാഴ്ച ഞങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നാട്ടിൽ പലർക്കും ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തായ എൻ്റെ കൂട്ടുകാരൻ്റെ മകൾ ക്യാൻസറായിരുന്നു, അതിനുള്ള സാമ്പത്തിക സഹായം അങ്ങനെ എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ഫാദറോ മദറോ വിളിച്ച് പറഞ്ഞ് ഇന്നയാൾക്ക് സുഖമില്ല, അവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ അയച്ചു കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായവും ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾ മുമ്പോട്ട് UK ചെന്നാലും ഞങ്ങൾ അമ്മയിൽ ആശ്രയിച്ച് അമ്മയുടെ സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചു മുൻപോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾ ഈ പരിശുദ്ധ മതബായുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ഞാൻ അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ UK ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ കൊന്ത പിടിച്ച് പോയി. ഞാൻ ഡ്രൈവിംഗ് സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ആ വണ്ടിയിൽ ഉപ്പെടുത്തുകൊണ്ട് ഉപ്പിടുകയും ചെയ്തു. എനിക്ക് നിഷ്പ്രയാസം ലൈസൻസ് കിട്ടുകയും ചെയ്തു. ഞങ്ങളുടെ ഏക ആശ്രയം അമ്മയിൽ ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പും എണ്ണയും തേനുമൊക്കെയാണ്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ആർക്കുണ്ടായാൽ അപ്പം തന്നെ ഞങ്ങൾ എണ്ണയും ഉപ്പും ഉപയോഗിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ആ സൗഖ്യം കിട്ടാറുണ്ട്. എൻ്റെ ഈ വലത് കൈയുടെ വിരലിന് ഭയങ്കര വേദനയായിരുന്നു, വാരങ്ങളൊന്നും പൊക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഒരാഴ്ച ആ എണ്ണ ഡെയിലി പരത്തി പിന്നെ എനിക്ക് ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയൊക്കെ സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയോട് 1000 നന്ദികൾ പറഞ്ഞ്. എൻ്റെ പേര് രേഖ, ഞാൻ തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു, കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് 29/1/2023 അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഈ അൾത്താരയിൽ എനിക്ക് എൻ്റെ എത്രയും വിലപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാൻ പറ്റിയതിൽ ഞാൻ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ UK പോയി, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ആയിരുന്നു പോയത്. അവിടെ പോയി കഴിഞ്ഞ് ഞങ്ങളൊരു ഏജൻസി വഴിയാണ് വിസ എടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് അവിടെ ജോലിയില്ല. അവിടെ അവേഴ്സ് ഞങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഫുൾ ടൈം ജോലി ഉണ്ടാവില്ല, അവേഴ്സ് കുറവാണ്,
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി ഇല്ല എന്നുള്ള കാര്യം അവിടെ എത്തി ഒരു മാസത്തിനുള്ളിലാണ് അവർ പറയുന്നത്. അത് കേട്ടതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും പോയി. കാരണം അത്രയും ക്യാഷ് എല്ലാം ചിലവാക്കി ഇവിടുന്ന് ബാങ്കിൽ ലോണെല്ലാം എടുത്ത് എല്ലാം വിസയ്ക്കും എല്ലാത്തിനും നല്ലൊരു ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. പോയി കഴിഞ്ഞ് അവിടെ എത്തിയിട്ടാണ് ഈ ഒരു കാര്യം ജോലിയില്ല, അതായത് എൻ്റെ ഞാനാണ് വിസ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ വിസയിലാണ് ജോലിയില്ല എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് UK അങ്ങനെ ഒരു കാര്യത്തിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് അത് ഒരിക്കലും അലൗ ചെയ്യുന്നതല്ല. അത് അറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രതീക്ഷകളും എല്ലാം നഷ്ടമായി. പക്ഷെ ഞാൻ അപ്പോഴും ഈ മാതാവിനെ ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാതാവിൽ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നും രാവിലെ 5:30 മണി കറക്റ്റിന് എണീക്കാൻ പറ്റിയില്ലെങ്കിലും ചില ദിവസങ്ങളിൽ സമയം തെറ്റും. എന്നാൽ കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളൂ. പ്രാർത്ഥിച്ച് തൈലം തേച്ചിട്ട് ഞാൻ എല്ലാവരും തൈലം തേച്ച് എല്ലാം ചെയ്തിട്ട് മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നെ തളർത്തിയില്ല. അതൊന്നും ഒരു കാര്യം ഞങ്ങൾ തളർത്തിയില്ല ആ സമയത്തൊന്നും. കാരണം അതില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കിയേ പറ്റൂ. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് പോയത്. ആ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് തിരിച്ചു വരിക എന്നുള്ള അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അവിടെ എത്തിക്കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് വിസ മാറിയിട്ട് അവിടെ രക്ഷപ്പെടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ജോലികൾ തിരഞ്ഞുകൊണ്ടിരുന്നു. വേറെ എന്തെങ്കിലും വഴിയിൽ നമുക്ക് നിൽക്കാൻ, എന്തെങ്കിലും അവിടെ താമസിക്കാൻ തന്നെ നല്ലൊരു പൈസയാണ്, നമ്മളെ റെൻറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറേ പരിശ്രമിച്ചു. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിനാണ് അവിടെ ജോലി കിട്ടിയത്, ആമസോണിൽ. ആ ഒരു ജോലി കിട്ടിയതിൽ ഞങ്ങൾ മാതാവ് രക്ഷിച്ചത്. ആ ജോലി കിട്ടിയതിലാണ് ഞങ്ങളവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് താമസിക്കാനും ഭക്ഷണത്തിനും എല്ലാത്തിനുള്ള ചിലവിനും എല്ലാത്തിനുള്ള ക്യാഷ് അവിടെ നിന്ന് കിട്ടിയത് ഭർത്താവിന് ജോലി കിട്ടിയതോട് കൂടിയിട്ടാണ്. 1.5 മാസം ആയപ്പോഴേക്ക് ഭർത്താവിന് അവിടെ ജോലി കിട്ടി. അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഞങ്ങളെ തളർത്തിയില്ല. വിസ ഇല്ല, ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളെ തളർത്താത്ത ഒരേ ഒരു കാര്യം, ആദ്യമായിട്ട് ഹസ്ബൻഡിന് ജോലി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 20 മണിക്കൂർ മാത്രമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഫുൾ ടൈം ജോലി തന്നിട്ടുള്ള വിസ തന്നിട്ടുള്ള കമ്പനി അവർ ജോലി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുറമെ എനിക്ക് 20 മണിക്കൂർ മാത്രമേ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ആ 20 മണിക്കൂർ ജോലി തേടി കുറേ നടന്നു, കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കുറേ ആപ്ലിക്കേഷൻ കൊടുത്തു. അതൊന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ അവസാനം ഒരു 1.5-2 മാസം ആയപ്പോൾ എനിക്കൊരു 20 മണിക്കൂർ ജോലി തൽക്കാലത്തേക്ക് ഒരു ഹോം കെയറിൽ ജോലി കിട്ടി. അവിടെ ഞാൻ കുറേ ട്രൈ ചെയ്തു. എനിക്ക് വിസ മാറാൻ വേണ്ടി, സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ കുറേ ട്രൈ ചെയ്തു. പക്ഷേ അവർ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഹോം കെയർ ആണ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നല്ലൊരു ഹോം കെയർ ആയിരുന്നു, എന്നെ വലിയ കാര്യമായിരുന്നു. ജോലിയും അവേഴ്സും എല്ലാം എനിക്ക് നന്നായിട്ട് തന്നു. 20 മണിക്കൂറേ തരാൻ പറ്റുള്ളൂ എങ്കിൽ കൂടെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ പലരും, എൻ്റെ ചുറ്റും പലരും ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു, വിസ ഇല്ല രേഖ, നിനക്ക് വിസ ഇല്ല, നിനക്ക് അവേഴ്സ് ഇല്ല, ഫുൾ ടൈം ജോലി ഇല്ല, ഏത് നിമിഷം നിന്നെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ചെന്ന് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലാണ് ഇതെല്ലാം പറയുന്നത്. പറയാൻ കുറേ പേരുണ്ടായിരുന്നു. നമ്മൾ ആകെ ടെൻഷൻ അടിപ്പിക്കുന്ന പോലെയാണ് അവരെല്ലാം പറയുന്നത്. എല്ലാം ശരിയാണ്, നമ്മൾ ടെൻഷൻ അടിക്കുക എല്ലാം ആണ്. പക്ഷേ 1% പോലും ഇന്ന് ഞാൻ ഈ നിമിഷം ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലിയും ഒന്നും ടെൻഷൻ അടിച്ചില്ല. കാരണം മാതാവിനെ പിടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. UK പോകുന്നതിന് മുന്നേ ഞാനിവിടെ സാക്ഷ്യം വന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ മാതാവ് കൂടുതൽ ഒരൊറ്റ ധൈര്യത്തിൽ എനിക്കറിയാം അവിടെ എത്തി, അത് മാതാവാണ് എത്തിച്ചത്. ആ എത്തിച്ച മാതാവിനറിയാം എന്തായാലും ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോം കെയറിൽ ജോലി കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഏജൻസി വഴി ഞാനൊരു കെയർ ഹോമിൽ ജോലി നോക്കി. കാരണം ജോലി നോക്കിയത് വിസ മാറാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് എങ്ങനെയെങ്കിലും വിസ മാറിയേ പറ്റൂ. ഞങ്ങൾ UK പോയത് ഒരു ഇംഗ്ലീഷ് ഏരിയ ആണ്, അവിടെ മലയാളീസൊക്കെ വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഏജൻസി വഴി ഒരു കെയർ ഹോമിലേക്ക് ജോലി കയറി. അങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കറിയുന്ന പറഞ്ഞാൽ അവിടെ എത്തി പരിചയപ്പെട്ട ഒരു മലയാളി ചേട്ടൻ, ഷിനു പറയുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു, രേഖ നീ അവിടെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യ്, ഏജൻസി വഴി പോയാൽ നിനക്ക് വിസ മാറാൻ പറ്റില്ല, അപ്പോൾ ഡയറക്റ്റായിട്ട് നീ അപ്ലൈ ചെയ്യ്, അവർ വിളിക്കാതിരിക്കുക എന്തോ ആവട്ടെ. അങ്ങനെ ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ഇന്ന് രാത്രി ഞാൻ അപ്ലൈ ചെയ്തു. അടുത്ത ദിവസം എനിക്ക് കോൾ വന്നു, ഇൻ്റർവ്യൂ കോള്. രേഖ നീ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ ഏജൻസി വഴി, നീ എന്നാ നിനക്ക് ഫ്രീ ആവുന്നത്, നീ ഒന്ന് ഇൻ്റർവ്യൂവിന് വാന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എന്തോ വലിയൊരു സന്തോഷം. കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചു, അടുത്ത ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയി, ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിസ മാറണം, ഞാൻ ഇങ്ങനെ പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് വിസ മാറണം, അല്ലാതെ ഞങ്ങൾക്ക് UK നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഓക്കെ രേഖ നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവർ കോൾ വന്നു, രേഖ നിൻ്റെ വിസ ഒന്ന് കാണണം, നിൻ്റെ പഴയ വിസ ഒന്ന് കാണണം ഞങ്ങൾക്ക്, നീ ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത്, അവർ വിചാരിച്ചിരുന്നത് ഞാൻ ആ ഏജൻസി വഴിയുള്ള, അതായത് ആ ഏജൻസിയാണ് എൻ്റെ എംപ്ലോയർ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതല്ല എന്നുള്ള കാര്യം ഞാൻ അപ്പോൾ പറഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് മുന്നേ അവർ എനിക്ക് വേണ്ടി സ്പോൺസർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ആ ഒരൊറ്റ തെറ്റിദ്ധാരണൻ്റെ പേരിൽ അവരെനിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഞാൻ അവരല്ല എൻ്റെ എംപ്ലോയർ എന്നുള്ള കാര്യം.
പക്ഷേ ഞാൻ അറിഞ്ഞില്ല അതിന് മുന്നേ അവർ അപ്ലൈ ചെയ്തു എന്നുള്ള കാര്യം. അതോടെ ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷയും കഴിഞ്ഞു. പക്ഷേ മാതാവിൻ്റെ ആ ഒരു വിശ്വാസം ഞാൻ ഒരിക്കലും കൈവിട്ടില്ല. പക്ഷേ എനിക്കവിടെ ജോലിയില്ല, അതായത് ജോലി ഉണ്ടെങ്കിൽ കൂടെ അതായത് 20 മണിക്കൂർ പാർട്ട് ടൈം മാത്രമേ ഉള്ളൂ, അല്ലാതെ വിസ അവർ തരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഞാൻ. കാരണം ഞാൻ എല്ലാ പ്രതീക്ഷയും കൈവിട്ടിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ ഹസ്ബൻഡ് പുറത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഏട്ടാ ഇനി നോക്കണ്ട, കാരണം അവരിപ്പോഴാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞത്. ഞാൻ ഇങ്ങനെ വന്നതാണ്, എനിക്ക് ജോലി തരില്ല അവർ പറഞ്ഞു. ഇതെല്ലാ കാര്യങ്ങളും ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇവർ വിസ തരില്ല. കാരണം അങ്ങനെയുള്ള ഒരാൾക്കും അവിടെ ഞങ്ങൾ എത്ര അപ്ലൈ ചെയ്തിട്ടും അവരൊന്നും സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ളൊരു വിസയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ വിട്ടു കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും നോക്കാം, ഇവിടെ നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും നോക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അന്ന് പോയി കഴിഞ്ഞ് പിന്നെ ഒരു കോൺടാക്റ്റും ഇല്ല. അവർ ഒരു മെയിൽ അയച്ചില്ല, മെസ്സേജും അങ്ങനത്തെ ഒന്നുമില്ല, വിളിയൊന്നുമില്ല, പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം ഒന്നും പറഞ്ഞില്ല. അതോടെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു. എൻ്റെ UK ഗവൺമെൻറ് നാളെ എനിക്ക് മെയിൽ വന്നത്. ആ മെയിൽ വന്നത് വിസയെ പറ്റിയിട്ടാണ്, അതായത് എൻ്റെ സ്പോൺസർഷിപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പം ഞാൻ താഴേക്കൊന്നും സ്ക്രോൾ ചെയ്ത് പോയില്ല, കാരണം മെയിലാണ്. അപ്പം ഞാൻ ഫ്രണ്ടിലുള്ളത് മാത്രം വായിച്ചു. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളെ വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മാത്രമേ ആ ടോപ്പിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ താഴത്തേക്കുള്ളത് ഞാൻ നോക്കിയില്ല. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവർ നോക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ പ്രതീക്ഷ കൈവിടണ്ട, നമുക്ക് മുന്നോട്ട് തന്നെ നോക്കാം, അവരെന്താ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാത്രി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മെയിൽ കാണിച്ചു കൊടുത്തു. ഇതാണ് എനിക്ക് വന്ന മെയിൽ, പക്ഷേ ഇങ്ങനെയെങ്കിലും വന്നല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഒരു വെളിച്ചം നമുക്ക് കാണിച്ചു തന്നു മാതാവ്. എനിക്കറിയാം ഉറപ്പായിട്ടും ഒരിക്കലും കൈവിടില്ല എന്നുള്ള എനിക്ക് 100% എനിക്ക് അനുഭവം വന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എനിക്ക് മാതാവിലുള്ള വിശ്വാസവും സ്നേഹവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അത് സ്ക്രോൾ ചെയ്തു താഴെ എന്താ ഉള്ളത് നീ വെറുതെ നോക്കുമെന്ന് പറഞ്ഞിട്ട് വെറുതെ സ്ക്രോൾ ചെയ്ത സമയത്ത് താഴെ ഒരു ഫയലായിട്ട് കിടക്കുന്നുണ്ട്. എൻ്റെ സ്പോൺസർഷിപ്പാണത്. ഞാനത് കണ്ടതും എനിക്കറിയില്ല എന്താ ഞാൻ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ആ മുട്ടുകുത്തി ഞാൻ അവിടെ നിന്ന് ഈ ഇമെയിൽ ഓപ്പൺ ചെയ്ത് ഞാൻ അവിടെ മുമ്പിൽ എന്നിട്ട് മുട്ടുകുത്തി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. എന്ത് സന്തോഷം വന്നാലും വിഷമം വന്നാലും എന്താണെങ്കിലും ഞാൻ ആ വിശ്വാസ പ്രമാണം ചൊല്ലും. അത് ചൊല്ലിക്കഴിയുമ്പോൾ എനിക്ക് ഒരു വിഷമം ഒന്നും ഉണ്ടാവില്ല. അത് 100% എനിക്ക് തെളിയിക്കപ്പെട്ടതാണ്. അതിൽ എൻ്റെ സ്പോൺസർഷിപ്പാണ് വന്നിരിക്കുന്നത്. ഞാൻ ജോലിയിൽ കയറിയിട്ട് പോലും ഇല്ല. കാരണം 1 മാസം ടൈം എടുക്കും. നമ്മൾ പാർട്ട് ടൈം ജോലിയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും UK കയറണമെങ്കിൽ 1 മന്ത് എന്തായാലും എടുക്കും. കാരണം DBS എന്ന് പറയുന്ന പോലീസ് ക്ലിയറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറേ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ജോലിയിൽ കയറാൻ. അപ്പം ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സ്പോൺസർഷിപ്പ് വന്നിരിക്കുന്നത്. ഞാൻ നേരെ കുറേ പേർക്ക് അയച്ചു കൊടുത്തു, ഇത് അത് തന്നെയാണോ, കാരണം എനിക്കറിയില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ ഞാൻ അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഇത് നിൻ്റെ സ്പോൺസർഷിപ്പാണെന്ന്. അതിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി, ഞങ്ങളെല്ലാവരും പോയി മുട്ടുകുത്തി ഞങ്ങൾ നന്ദി പറഞ്ഞു. അത് എപ്പോഴും പറയുന്നതാണ്, എന്നാൽ കൂടി നന്ദി പറഞ്ഞു. അതാണ് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അനുഭവം എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞ് സ്പോൺസർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വിസേൻ്റെ കാര്യമുണ്ട്. അപ്പോൾ വിസേൻ്റെ കാര്യം അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ എനിക്ക് എൻ്റെ പേരിൽ ആദ്യം വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യം എനിക്ക് കിട്ടണം. ഒന്നുകിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു 1,30,000 സംതിങ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, വിസ മാറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എൻ്റെ വിസ തന്നിട്ടുള്ള ആ സ്പോൺസർ അവരുടെ സ്പോൺസർഷിപ്പിൽ അവർ ആഡ് ചെയ്യണം, എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം. പക്ഷെ അവർ തന്നിരിക്കുന്ന സ്പോൺസർ നോട്ടിൽ കൊടുത്തിരിക്കുന്നത് എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ല എന്നാണ്. അപ്പോൾ എനിക്ക് 2 വഴിയും എൻ്റെ അടഞ്ഞു കിടന്നു. കാരണം ഇതെനിക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നും പറഞ്ഞു. അപ്പുറത്ത് ഇത്രയും 1,00,000 മേലെ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. അത് 1 മന്ത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കണം. പക്ഷേ 2 എൻ്റെ അടുത്തില്ല. എൻ്റെ അടുത്ത് ഒരു പൈസയും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ക്യാഷ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ മാതാവുമായിട്ട് കോൺടാക്ട് ചെയ്യും, എല്ലാം ഞാൻ സംസാരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോടാണ് സംസാരിക്കുക. എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ആരുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എന്താ ഒരു വഴിയുള്ളത്. അക്കൗണ്ടിൽ ക്യാഷ് കയറണമെങ്കിൽ 1 മാസം പിടിക്കും. അത് ഞാൻ കുറേ പേരോട് ഞാൻ പൈസ ചോദിച്ചു, ആരെടുത്തും ഇല്ല. കാരണം എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്താ ചെയ്യുക, മാതാവിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റൊരു വഴി എനിക്ക് ഭർത്താവ് പറഞ്ഞു, നീ 2ഉം കൽപ്പിച്ച് നീ സ്പോൺസർഷിപ്പ് തന്ന് അവർക്ക് മെയിൽ അയക്കി. നിൻ്റെ കയ്യിൽ ക്യാഷില്ല, അക്കൗണ്ടിലിടാൻ നിൻ്റെ കയ്യിൽ ക്യാഷില്ല. ഈ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തതാ എന്നും പറഞ്ഞ് ഞാൻ 2 കൽപ്പിച്ച് മെയിൽ അയച്ചു. അങ്ങനെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നത് അവിടുന്ന് 2ാമത്തെ ദിവസം 2 ദിവസം വെയിറ്റ് ചെയ്തു, ഒരു റിപ്ലൈയും ഇല്ല. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ
ഇത് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആവണേ, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ഞാനത് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നവർ എനിക്ക് ഓൾറെഡി തന്ന സ്പോൺസർഷിപ്പിൽ അവർ എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ അവർ ആഡ് ചെയ്തു, സ്പോൺസർ നോട്ടായിട്ട് അവർ ആഡ് ചെയ്തു ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. ഒരു തന്ന സ്പോൺസർഷിപ്പ് എഡിറ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവർ ആഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് മാതാവ് കളിച്ച കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെ ഒന്നുമല്ല, അത് മാതാവ് ചെയ്ത കാര്യമാണ്. അത് അവിടെ കിടന്ന്, ഞാൻ റോഡിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ മെയിൽ വായിക്കുന്നത്, ആ റോഡിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഞാൻ മുട്ടുകുത്തി ഞാൻ അവിടെ വീണു. ഞാൻ അവിടെ കരയായിരുന്നു. പക്ഷെ കരയാന്ന് പറഞ്ഞത് വിഷമത്തിലുള്ള കരച്ചിലല്ല, സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണ്. ഇത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഈ ഒരു മാതാവ് കൂടെ, സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് വെറുതെ ഉള്ള കാര്യമല്ല. നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചോ ഉറപ്പായിട്ടും വരും, നിങ്ങളുടെ കൂടെ വരും. അതിലവർ സ്പോൺസർ നോട്ട് ആഡ് ചെയ്തു. അതിൽ ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞു, ഹെഡ് ഓഫീസിലേക്ക് മെയിൽ ചെയ്തു, ഞാൻ താങ്ക് യു പറഞ്ഞ് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞു. അതാണ് രണ്ടാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ഇനി നമ്മളുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സോളിസിറ്റർ വേണം. നമ്മൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ അത് സക്സസ്ഫുൾ ആവുമോ അല്ലേ എന്നുള്ളത് നമുക്ക് 1% പോലും അറിയില്ല. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഇവിടുന്ന് പോകുമ്പോൾ വരെയുള്ള വിസ ആപ്ലിക്കേഷൻ ചെയ്തത് വേറെ ആളാണ്, അതെല്ലാം ക്യാഷ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് ഇനി വിസയ്ക്ക് വെക്കണം. ഈ വിസയ്ക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറേ സോളിസിറ്റേഴ്സിനെ വിളിച്ചു, എനിക്കറിയില്ല ആരെയും. പക്ഷേ കോൺടാക്ട് ചെയ്ത് കുറേ പേര് വിളിച്ചു. അവരെല്ലാം പറഞ്ഞത് ഇത്ര രൂപ വേണം, അതായത് 30,000, 40,000, 50,000 വരെ രൂപ വേണം നമുക്കൊരു വിസ ആപ്ലിക്കേഷൻ അവർ ചെയ്യണമെങ്കിൽ. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു കൊടുക്കാൻ. കടം മേടിച്ച് കൊടുക്കണമെങ്കിൽ ആരെടുത്തും ഇല്ല. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഞാൻ മാധവൻ്റെ അടുത്ത് വീണ്ടും പോയി, ഞാൻ മുട്ടുകുത്തി, ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്? സോളിസിറ്റേഴ്സിനെ വിളിച്ചിട്ട് അവരാരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അവർ ക്യാഷ് കൊടുക്കാതെ അവർ ഒന്നും തുറന്ന് പറയുന്നില്ല. എൻ്റെ അടുത്ത് ഈ സൈഡിൽ എൻ്റെ അടുത്ത് ക്യാഷും ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒന്നും നോക്കുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ കൂടെ നിൽക്കണം, അത്രയേ ഉള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു ചെറിയ കാര്യം തെറ്റിക്കഴിഞ്ഞാൽ അത് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് രണ്ടും കൽപ്പിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് സോളിസിറ്ററിൻ്റെ സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ സോളിസിറ്ററിനെ വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ആ സോളിസിറ്ററിൻ്റെ പേര് എഴുതണം. ആ സോളിസിറ്ററിൻ്റെ പേര് എഴുതേണ്ട ഭാഗത്ത് എനിക്ക് ആരുടെ പേരും ഇല്ല കൊടുക്കാൻ. ഞാനത് മുമ്പിൽ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ച് സോളിസിറ്ററിൻ്റെ ഭാഗം മുമ്പിൽ വെച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവാണ് എൻ്റെ സോളിസിറ്റർ, എനിക്ക് വേറെ ആരുമില്ല. കാരണം പൈസ കൊടുക്കാൻ പൈസയും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മാതാവിനെയാണ് ഇവിടെ വെക്കുന്നത്. പേര് ഞാൻ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ മാതാവാണ് ഈ സോളിസിറ്റർ. അതാണ് ഞാൻ അപ്ലിക്കേഷൻ വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അതും പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് ഫോണിൻ്റെ മുകളിൽ ഞാൻ തൈലും തേച്ച് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്ത് ഞാൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡായിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സ്റ്റാൻഡേർഡായിട്ട് വെക്കുന്ന സമയത്ത് 90 ദിവസമാണ് അതിൻ്റെ കാലാവധി. അതായത് 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിലും റിജക്ഷൻ ആണെങ്കിലും ഒക്കെ 90 ദിവസം പിടിക്കും. കാരണം അതിന് ക്യാഷ് കൊടുക്കേണ്ട നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുമ്പോൾ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ 50,000 വീണ്ടും അതേ റേറ്റിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, കാരണം എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. ഞാൻ 90 ദിവസം എന്നുള്ള സ്റ്റാൻഡേർഡ് വിസയ്ക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു. അതായത് ഞാൻ സബ്മിറ്റ് ചെയ്തത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയല്ലോ, ഇനി 90 ദിവസം 90 ഡേയ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും റെഡി ആവും. അപ്പോഴേക്കും ഞാൻ പാർട്ട് ടൈം ആയിട്ട് അവിടെ കയറാൻ പോവാണ്. 20 hours ഞാൻ അവിടെ കയറാൻ പോവാണ്. കയറി കഴിഞ്ഞ് ഒരു 2-3 മാസത്തിനുള്ളിൽ എന്തായാലും റെഡി ആവുമല്ലോ. റെഡി ആവും എന്നാണ് ഞാൻ ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞാൻ അവിടെ കയറുന്നത്. അങ്ങനെ 3-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം, അടുത്ത ദിവസം അപ്ലൈ ചെയ്ത് അടുത്ത ദിവസം എനിക്ക് വിസ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. 2-ാമത്തെ ദിവസം വീണ്ടും എനിക്ക് മെയിൽ വന്നു, സക്സസ്ഫുള്ളി എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു, അതെന്താ 2 തവണ അവർ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരുമോ? എനിക്കറിയില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ശരിക്കും വായിച്ചു, കാരണം എനിക്ക് കണ്ണ് തെളിയുന്നില്ല, ടെൻഷൻ കൊണ്ടാണ് കണ്ണ് തെളിയാതിരുന്നത്. അങ്ങനെ ഞാൻ ശരിക്കും വായിച്ചു നോക്കിയ സമയത്ത് എൻ്റെ വിസയാണ് അവിടെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നത്. എൻ്റെ വിസ സക്സസ്ഫുൾ ആയി എന്നുള്ള മെയിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. 2-ാമത്തെ ദിവസമാണ് എനിക്ക് വന്നിരിക്കുന്നത്. 3 മാസം സമയം പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് വിസയ്ക്ക് 2-ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നത്. എനിക്ക് ഒന്നും പറയാനില്ല. ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ കൂടെ തന്നെയും അല്ല, എൻ്റെ ഉള്ളിൽ തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും പറയാനും പറ്റിയില്ല. വിസ സക്സസ്ഫുള്ളായി. ഇനി ഇവരടുത്ത് മാത്രം നോക്കിയാൽ മതി. അത് എൻ്റെ കയ്യിൽ നിൽക്കില്ല, കാരണം എനിക്കറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അത് പിന്നെ ഇവരുടെ വിസയും കൂടെ ചെയ്തു. ഇവരുടെ വിസയും സക്സസ്ഫുള്ളായി. ഞങ്ങൾ അവിടെ സേഫായി.
പക്ഷേ ഈ സേഫായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഏജൻസി ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയ ഏജൻസി ഞങ്ങൾ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തില്ല. അവർ കുറേ ആപ്ലിക്കേഷൻസ്, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ ജോലി ഉണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ അപ്ലൈ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവർ എപ്പോഴും മെസ്സേജ് അയക്കും. അത് വെറുതെയാണ്. കാരണം പോകുന്നതെല്ലാം അവർ അയക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ദൂര സ്ഥലങ്ങളിലാണ്. അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടേക്ക് പോയി ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അവർ ജോലിയാക്കി തന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, ആ ഭാഗത്തേ ചിന്തിച്ചിട്ടില്ല. കാരണം ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വിസ 4 പേരുടെ വിസ എല്ലാം സക്സസ്ഫുള്ളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോയ ഏജൻസി, അതായത് ജോലി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് വിട്ട ഏജൻസി തന്നിട്ടുള്ള സ്പോൺസർഷിപ്പിലെ ആ ഹോം കെയർ, അവരുടെ ലൈസൻസ്, ഞാൻ ഇവിടുന്ന് അവിടെ ഇറങ്ങി UK ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ലൈസൻസ് കട്ടായി. ആ ലൈസൻസ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ അതൊന്നും അറിഞ്ഞില്ല, ആ ന്യൂസ് ഒന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തളർന്നു പോകും, ഉറപ്പാണ്. പക്ഷേ എല്ലാ വിസയും റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ സേഫ് ആയതിനു ശേഷമാണ് അറിയുന്നത് അവരുടെ ലൈസൻസ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തി 1 മാസം കഴിഞ്ഞപ്പോൾ. അതിന് എന്താ ഞാൻ പറയേണ്ടത് എനിക്കറിയില്ല. അവിടെ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാതാവിനോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവിടെ പോയി മാതാവിനോട് പറയും, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെ ഇതുവരെ തളർത്തിയിട്ടില്ല, ഒരു കാരണത്താലും എന്നെ തളർത്തിയിട്ടില്ല. മനസ്സുകൊണ്ടും ശരീരത്തും കൊണ്ടും പോലും ഞാൻ തളർന്നു പോയിട്ടില്ല ഇതുവരെ. അതാണ് എൻ്റെ 3ാമത്തെ കാര്യം. അപ്പം ഇത്രയും വലിയ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ ഒരു മാതാവിൻ്റെ മുമ്പിൽ, തിരുക്കുമാരൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എനിക്ക് ഇതിലും അപ്പുറത്തൊരു സന്തോഷമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ UK നിന്ന് വന്നത്. ഇന്നലെ രാത്രി എത്തി. ഇന്ന് ഞാനിവിടെ ഇന്നലെ തന്നെ വരണം വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റിയില്ല, മക്കളും എല്ലാവരും ഉള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് എനിക്കിവിടെ എത്തി. എനിക്ക് ഇവിടെ വന്ന് എനിക്ക് പറയണം. UK എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, എല്ലാ നൈജീരിയക്കാരുണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരുണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ എൻ്റെ ഈ അനുഭവം ഞാൻ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തു. കാരണം നമ്മൾ പറയണം, അവർക്കും കൂടെ അത് കിട്ടണം. അത് കഴിഞ്ഞ് എൻ്റെ അവസാനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ഭർത്താവിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു കാര്യമാണ്. അത് UK ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അത് എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് UK ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ടൈം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചതാണ്. കാരണം അത് ട്രൈ ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈം എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്ന് പോയി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കിട്ടുമില്ലേ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്തു. ആദ്യമായിട്ട് തിയറി ടെസ്റ്റ് അപ്ലൈ ചെയ്തു, കുറേ കാര്യങ്ങൾ വായിച്ച് പഠിച്ചു എല്ലാം ചെയ്തു. പക്ഷേ എന്നാലും നമുക്ക് 100% നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ആ ഒരു എക്സാമിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശ് രൂപ എടുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെക്കണം, മാതാവ് വരും കൂടെ, ഉറപ്പായിട്ടും വരും മാതാവ്. ആ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട, കയ്യിൽ വെച്ചാൽ മതി. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, ഒന്നും നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പേഴ്സില്ലേ, പേഴ്സിൽ വെച്ചാൽ മതി. ആ പേഴ്സ് എവിടെയാണോ വെക്കുന്നത് അതവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും കൊണ്ടുപോയി എക്സാം എഴുതി. എക്സാമിൽ പാസ്സായിട്ടാണ് തിരിച്ചു വന്നത്. അതും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റാണ്. ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഇതേപോലെ ഇംഗ്ലീഷുകാരാണുള്ളത്. ആ ഇംഗ്ലീഷുകാർ അവർ പറയുന്ന ഇംഗ്ലീഷൊന്നും നമുക്ക് ക്ലിയർ ആവണം എന്നില്ല. കാരണം അവരുടെ സ്ലാങ് വേറെയാണ്, നമ്മളുടെ ഇംഗ്ലീഷേ അല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ UK ചെന്ന് 1 വർഷം 6 മാസം ആയപ്പോഴാണ് ഞങ്ങളിത് അപ്ലൈ ചെയ്യാൻ പോയത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, തോൽക്കുന്നു അതും 100% ഉറപ്പിച്ച് പോയതാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ. എങ്ങനെയാണ് എക്സാം എങ്ങനെയാണെന്നുള്ളത്, തിയറി അല്ല, പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. അങ്ങനെ അതും പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കാശിരൂപം മുഴുവനായിട്ട് ഞാൻ മാല ഊരി ഞാൻ കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതും അതേപോലെ തന്നെയാണ്, ഒന്നും വിഷമിക്കേണ്ട, അവർ പറയുന്നത് ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ടെൻഷൻ അടിക്കേ വേണ്ട, എല്ലാം മാതാവ് നോക്കിക്കോളും, ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, മാതാവ് നോക്കിക്കോളും. എനിക്ക് 100% ഉറപ്പാണ്, ഞാൻ കൂടെ ഇല്ലെങ്കിലും മാതാവ് ഉണ്ട് കൂടെ. അങ്ങനെ ഞാൻ കാറിനുള്ളിൽ കയറി, ഞാൻ തൈലം എടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കാർ മുഴുവൻ ഞാൻ തേച്ചു. ഉപ്പെടുത്ത് ഞാൻ വിതറി. ഇതെല്ലാം എന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും, തൈലാണെങ്കിലും കാശുരൂപാണെങ്കിലും നമ്മളുടെ ഉപ്പാണെങ്കിലും തേനാണെങ്കിലും ഇതെല്ലാം ഭയങ്കര ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും നമ്മളത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. നിങ്ങളത് നേരായ രീതിയിൽ മനസ്സറിഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിൻ്റെതായ ഫലം തരും. അത് 100% ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. കാറിൻ്റെ ഉള്ളിൽ കയറി ഞാൻ തൈലം തേച്ചു, ഉപ്പ് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, കാറ് നിങ്ങൾ വിജയിച്ചേ വരൂ, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് വിചാരിച്ച് പോകണ്ട, പക്ഷേ നിങ്ങൾ വിജയിച്ചേ വരൂ, മാതാവ് കൂടെ ഉണ്ടാവും. അങ്ങനെ പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന് ലാസ്റ്റായി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞില്ല, തോറ്റു എന്നും പറഞ്ഞില്ല, ജയിച്ചു എന്നും പറഞ്ഞില്ല. കാരണം ലാസ്റ്റേ പറയൂ. വണ്ടി നിർത്തി കഴിഞ്ഞു. ഹസ്ബൻഡ് അത്രയും ടെൻഷനിൽ നിൽക്കുകയാണ്, എന്താണ്
എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ടെൻഷനിലാണ്. കിട്ടൂല എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തന്നെ പ്രതീക്ഷിച്ചായിരിക്കുന്നത്. അങ്ങനെ അവർ ആ കൂടെ ഉണ്ടായിരുന്ന അവർ ഹസ്ബൻഡിൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, നീ നന്നായിട്ട് ഡ്രൈവ് ചെയ്തു, വെൽ ഡൺ, കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞു. അത് കേട്ടതോടുകൂടി പിന്നെ എന്നേക്കാൾ കൂടുതൽ ടെൻഷനുള്ള ഒരാളാണ്, അതേപോലെ മാതാവിന് വിശ്വാസമുള്ള ഒരാളുമാണ്. അതോടുകൂടെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടെ വെച്ച് എന്നെ വിളിച്ചു, ഇങ്ങനെ ഡ്രൈവിംഗ് കിട്ടി, അയാൾ വെൽ ഡൺ എന്ന് പറഞ്ഞു, എനിക്ക് കൈ തന്നു, ഞാൻ പാസ്സായി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചെങ്ങനെയാണ് വീട്ടിലേക്ക് വരികയെന്ന് എനിക്ക് അറിയില്ല. കാരണം അത്രയും ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. സന്തോഷിക്കുകയാണോ കരയുകയാണോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അത്രയും വലിയ അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു. ഇപ്പം നമ്മൾ സേഫാണ്. ഞങ്ങൾ സേഫ് എന്ന് പറഞ്ഞാൽ അത്രയും സേഫാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ടെൻഷനും ഞങ്ങൾ അടിച്ചിട്ടില്ല. എത്ര ജോലി ഇല്ലാതെയായിട്ടും സ്പോൺസർഷിപ്പ് ഇല്ലാതെയായിട്ടും ലൈസൻസ് കട്ടായിട്ടും ഒന്നും ഒരു ടെൻഷനും ആയില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ മാതാവ്, നമ്മൾ നേരായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ മാതാവ് ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ഒരിക്കലും നമ്മൾ ഒരാളെ പോലും കുറ്റം പറയാൻ പാടില്ല, ഒരാളെ പോലും നമ്മൾ വെറുക്കാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം ദ്രോഹം ചെയ്തവരാണെങ്കിൽ കൂടെ ഒരിക്കലും നിങ്ങൾ അവരെ വെറുക്കരുത്. അവർക്ക് നല്ലത് വരാൻ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. ഞാൻ ഈ ഒരു ഉടമ്പടിയിൽ കയറിയതിന് ശേഷം ഞാൻ കുറച്ച് എളിമയുള്ള ആളാണ് ഞാൻ ഓൾറെഡി. പക്ഷേ ഇതിൽ കയറിയതിന് ശേഷം ഒരാളും എനിക്ക് ശത്രുക്കളില്ല, ഒരു ശത്രുക്കളില്ല. എന്നെ ദ്രോഹിച്ച പലരുണ്ട്, എന്നെ തളർത്തിയ പലരുണ്ട്, എന്നെ വേദനിപ്പിച്ച കുറേ പേരുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ഏറ്റിട്ടില്ല. ഞാൻ അപ്പോഴും അവർക്ക് കുഴപ്പമില്ല, അത് അവർ ചിന്തിക്കുന്നതല്ലേ, സാരല്ലേ, അത് മാറിക്കോളും, അവരെ മാതാവിൻ്റെ വഴിയിൽ നടക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർ തെറ്റാണ്, അവർ ശരിയല്ല എന്നുള്ളതൊന്നുമല്ല ഞാൻ പ്രാർത്ഥിച്ചത്. അവരെ മാതാവിൻ്റെ വഴിയിൽ നടത്തണം, അവരെ നല്ല വഴി കാണിച്ചു കൊടുക്കണം, അവരെ ഈ ചിന്തയിൽ നിന്ന് മാറി നല്ലത് ചിന്തിക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് എൻ്റെ വീട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറേ പേർക്ക് പത്രങ്ങൾ കൊടുത്തു. അപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവം എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ UK പോയതിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാനൊരു ഗ്രേസ് പാലിയേറ്റീവ് മുക്കം, ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉണ്ട്. അവിടെ ഞാൻ പോയി 1 മാസം ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തു. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന എല്ലാം ഞാൻ സഹായിച്ചു, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം ഞാൻ സഹായിച്ചു. ഇപ്പം ഞാൻ UK എത്തിയതിന് ശേഷം എനിക്ക് ജോലി കിട്ടി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അവർക്ക് കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കും. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കും. അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇപ്പോൾ ഞാൻ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവരുടെ കൂടെ കുറച്ച് ദിവസം എനിക്ക് വീണ്ടും ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം. അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം എന്ന് പറയുന്നത് അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കെയർ ഹോമാണ്. അവിടെയുള്ള അമ്മമാരെന്ന് പറയുന്നത് ഡിമെൻഷ്യ ഉള്ള അമ്മമാരാണ്, അമ്മമാരല്ല അമ്മൂമ്മമാരാണ്. അവരിലെ എല്ലാവരും എൻ്റെ സ്വന്തം ആളുകളെ പോലെ ഞാൻ കാണുന്നത്. അതായത് ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ അവരുടെ മുഖത്തെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാതാവിനെ ഞാൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഞാൻ അമ്മൂമ്മമാരെ നോക്കുന്നത്. അവർ എന്ത് പറഞ്ഞാലും, ചീത്ത പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആ ഒരു അപ്രോച്ചിലാണ്. എല്ലാവരും ഈ മാതാവിൻ്റെ മുഖമാണ് ഞാൻ കാണാറ്, അവരുടെ എല്ലാവരുടെ മുഖത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഞാൻ ഹാപ്പി ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ കടങ്ങളെല്ലാം പകുതി മുക്കാലും ഞാൻ വീട്ടിൽ കഴിഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടെ എല്ലാം വീട്ടിൽ കഴിഞ്ഞു. അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഞാൻ UK വന്നത്. ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തുനിന്നത്. 2 വർഷമായി ഞാൻ UK പോയിട്ട്. ഇവിടെ വന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പറയണം, മാതാവിൻ്റെ മുമ്പിൽ ഈ സ്റ്റേജിൽ കയറിയിട്ട് പറയണം, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഇത് മുകളിൽ നിന്ന് നമുക്ക് ഗ്രേഡ് ചെയ്ത് തരണം, ഇവിടെ പറയാൻ പറ്റുമല്ലേ എന്നുള്ളത്. പക്ഷെ അത് തന്നതോട് കൂടിയിട്ട് എൻ്റെ എല്ലാം ആയി, ഞാൻ എല്ലാം സമർപ്പിച്ചു. ഞാൻ ഈ മുമ്പിലെല്ലാം സമർപ്പിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എനിക്ക് ഇതിലും വലിയൊരു സന്തോഷം എനിക്കില്ല. അതുകൊണ്ട് നന്ദി മാതാവിനും. ഞാൻ കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് ഇടവക അംഗമാണ്. ഞാനിവിടെ 21-ാം തീയതി ഏപ്രിൽ 2023 ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ സാമ്പത്തിക ബാധ്യത മൂലമാണ്. എനിക്ക് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് എങ്ങനെ ഓവർകം ചെയ്യുമെന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കൃപാസനത്തെ പറ്റി എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. പക്ഷേ ഉടമ്പടി എടുക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ് ഇത് ആദ്യം എന്നോട് പറയുമ്പം എനിക്കൊരു വിശ്വാസം, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിലേക്ക് അതൊന്നും എടുത്താലാകുമോ, ശരിയാകുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. വൈഫ് പറഞ്ഞ സജഷനെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ആ ദിവസവും ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ ഒരു ദിവസം കൂടെ വൈഫിനോട് പറഞ്ഞു, ഇവിടെ വൈഫ് ഒരു ടീച്ചറാണ്, അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നു,
നമുക്കൊന്ന് ഉടമ്പടി എടുത്താലോ എല്ലാം ശരിയാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറച്ചിലും ഞാൻ അത്ര സീരിയസ് ആയില്ല. പക്ഷേ അന്ന് രാത്രിയിൽ പരിശുദ്ധ മാതാവിനെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. എൻ്റെ പ്രോപ്പർട്ടിയുടെ മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നല്ല പ്രകാശമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. പക്ഷേ ഞാനത് രാവിലെ വൈഫിനോട് പറയുന്നില്ല. പിറ്റേന്നും ഇതുപോലെ തന്നെ രാത്രി ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് മാതാവ് എൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വൈഫിനോട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നു. മാതാവ് കാരണം എന്നെ ക്ഷണിച്ചതാണ്, എന്നെ വിളിച്ചതാണെന്നാണ് എനിക്ക് അന്നോടെ ബോധ്യം വന്നത്. അതുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വചനം ഇതാണ്. യേശയ്യാ 42:3 ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി അവൻ കിടത്തുകയുമില്ല. കർത്താവ് നമ്മളെ പല പ്രതിസന്ധികളിൽ കിടത്തി വിടുമ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അതിനൊരു അനോളജി എടുത്തിരിക്കുന്നത്, നമ്മളെ വളയ്ക്കും കർത്താവ്, പക്ഷെ നമ്മളെ ഒടിക്കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമുക്ക് പല വിധത്തിലുള്ള ശക്തമായ കൊടുങ്കാറ്റ് പോലെ നമുക്ക് അനുഭവപ്പെടുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടുതൽ എളിമപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടുതൽ ആത്മീയമായിട്ട് ഉണർത്തുവാൻ കർത്താവിന് നമ്മളോട് താല്പര്യമുണ്ട് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ പ്രതിസന്ധികൾ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ഓവർകം ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റായിട്ടും കർത്താവ് നമ്മളെ ഉയർത്തി നിർത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരത്തിൽ, അതായത് കർത്താവ് നമ്മളെ വളയ്ക്കും, നമ്മളെ ഒടിക്കത്തില്ല. അതായത് മരത്തിന് കാറ്റടിക്കുമ്പോൾ മരം നന്നായിട്ട് വളയുന്നത് കാണും, പക്ഷേ കാറ്റ് നിലയ്ക്കുമ്പം മരം നിവർന്ന് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന ഒരു വലിയ ബോധ്യം ഇതാണ്. എനിക്ക് 2 ബാങ്കിൽ നിന്ന്, അതായത് 2009, 2008 കാലഘട്ടത്തിൽ 2008-2009 ഞാൻ ഭവനം പണിയാനായിട്ടാണ് 2 ബാങ്കുകളിൽ നിന്നായിട്ട് ലോൺ എടുക്കുന്നത്. ആ ലോണ് അടച്ചു വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ഞാൻ 7 വർഷം മുമ്പ് ഞാൻ എൻ്റെ വസ്തു, അതായത് കോവിഡിന് തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ വസ്തു വിൽക്കാനായിട്ട് വ്യക്തികളിലൊക്കെ അവരിലൊക്കെ ആശ്രയിച്ചാണ് ഞാനിത് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഞാൻ പല വ്യക്തികളെ സമീപിച്ച് നോക്കി, അവരത് വാങ്ങാൻ തയ്യാറാകുന്നില്ല. പലരും വരും, വസ്തു കാണും, അവർ പോകും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ നമ്മൾ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നു. ഒരു തരത്തിലും നമുക്ക് ഈ ലോൺ തിരികെ അടച്ച് തീർക്കാൻ സാധിക്കുന്നില്ല. നമ്മൾക്കെതിരെ ബാങ്ക് പല പ്രാവശ്യം നമ്മളെ ഒരു ഭീഷണി പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ജപ്തി വരുന്ന RR പോലെ, റവന്യൂ റിക്കവറി പോലെ ഉള്ള അവസ്ഥയിലേക്ക് പല സമയത്തും വന്നു. പക്ഷേ എന്തെങ്കിലുമൊക്കെ വിധത്തിലത് ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട്, അത് നമ്മൾ പറയല്ലേ, നീലയെ കൊണ്ട് കോതെ കൊണ്ട് നീലയെ കെട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പഴയ കാരണന്മാർ പറയുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാനതുകൊണ്ട് അങ്ങനെ പലയിടത്തുനിന്ന് വാങ്ങിച്ചു, അവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് വെക്കും, ഇവിടുന്ന് മേടിച്ച് അങ്ങോട്ട് വെക്കും. ഇങ്ങനെ ജപ്തി ഒഴിവാക്കി ഞാൻ കുറേ കാലങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷേ ഈ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ 2021 ഭാര്യ എന്നോട് പറയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കുന്നു. ഞാൻ ആദ്യത്തെ കാര്യങ്ങളൊക്കെ പുതുക്കി, അല്ലെങ്കിൽ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇതിന് വിൽക്കാൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ അടുത്ത് പലരും വസ്തു വാങ്ങാനായിട്ട് വരുന്നുണ്ട്, പക്ഷേ ആരും നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ വേർഡ് തരുന്നില്ല. 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ ഞാൻ അടുത്ത അവധിക്ക് വരുമ്പോൾ വാങ്ങാം, ഇങ്ങനെയാണ് നമ്മളോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ഒരു തരത്തിലും മുമ്പോട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പം 5ാം തവണ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പം ഇവിടെ കൗൺസിലിൽ ഇരിക്കുന്ന സിസ്റ്ററിനോട് ചോദിച്ചു, ഇതുവരെ സാക്ഷ്യങ്ങളൊന്നും ആയില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, സാക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ ആത്മീയമായ വലിയ ഉണർവുണ്ടായി. ഞാൻ ബൈബിളും വിശുദ്ധ കുർബാനയൊക്കെ ഞാൻ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു, എല്ലാ ദിവസവും പോകുന്നയാൾ. പക്ഷേ ഞാൻ ഇൻഡെപ്തായിട്ട്, അല്ലെങ്കിൽ ഒരു മെറ്റിക്കുലസ് ലെവലിൽ വിശുദ്ധ കുർബാന കാണാനും, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കി കാണാനും, ബൈബിൾ വായിക്കാനും എനിക്ക് ഒരു ശക്തി ലഭിച്ചത് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്തപ്പോഴാണ്. പക്ഷേ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊരു നല്ല സാക്ഷ്യം പറയാനുള്ളൊരു അവസരം ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നിട്ട് കൗൺസിലിംഗ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാനിവിടെ വന്ന് ജോസഫച്ചനെ കാണുകയാണ്. ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്തു. ജോസഫ് അച്ഛനെ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു കാശ് രൂപം തന്നിട്ട് പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞു.
അപ്പോൾ ആ സമയത്ത് എന്നോട് ബാങ്കിൽ നിന്ന് പ്രഷർ കൂടുതലാണ്. അവർ പറയണം എത്രയും പെട്ടെന്ന് അടയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ RR എന്നുള്ള നടപടിയിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ബാങ്കിൽ നിന്ന് 2 തവണ വീടുകളിൽ ആളുകൾ അന്വേഷിച്ച് വന്നു. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളാകാൻ തുടങ്ങി, മാനസികമായിട്ട് എന്താ ചെയ്യണം. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് മാതാവ് ഞങ്ങൾക്ക് അപ്പോൾ എന്നോട് ഭാര്യ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഞാൻ പറയും നമ്മൾ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്, ഒന്നും പേടിക്കേണ്ട, കർത്താവ് വഴിയൊരുക്കും, കർത്താവിൻ്റേതായ ഒരു സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടപ്പിലാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. തുക ഏകദേശം എടുത്ത ലോൺ 18 ലക്ഷം രൂപയായിരുന്നു. ഞങ്ങൾ അടയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് അത് 30 ലക്ഷം രൂപ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഏറ്റവും വലിയ. അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനോട് അതാണ് എഴുതിയതാണ് പറഞ്ഞത്. 32 ലക്ഷം രൂപയോളം വന്നാലും നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അച്ഛനോട് ഇവിടെ പറയുന്നത്. അങ്ങനെ ഞാൻ ഇത് ഇവിടെ കൊണ്ടുപോയി ഈ ഉടമ്പടി കാശ് രൂപയുടെ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് തന്നു. ഞാനത് കൊണ്ടുപോയി എൻ്റെ വസ്തുവിൻ്റെ നടുക്ക് കുഴിച്ചിട്ടു. ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണങ്ങളൊക്കെ ചൊല്ലി. അതൊരു ഈ 2025 മെയ്യിലാണ് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ കൂടിക്കൊണ്ട് നിൽക്കുമ്പം അച്ഛൻ ഇവിടെ നിന്ന് പറയുവാണ്, വസ്തു വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 7 ദിവസത്തിനകത്ത് നിങ്ങളുടെ വസ്തു വിറ്റ് മാറി കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാനത് എൻ്റേതാണെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, മാതാവ് ഇത് എൻ്റെ തന്നെ ആയിരിക്കണേ, എനിക്കൊരു അടയാളം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഒരു സംസ്കാര ശുശ്രൂഷ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ചെന്ന് ഈ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ വഴുതക്കാട് പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ട്, അവിടെ പള്ളിയിൽ കയറി മാതാവിൻ്റെ വലിയൊരു തിരുസ്വരൂപമുണ്ട്, അതിന് മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, നീ പേടിക്കേണ്ട, നിൻ്റെ വസ്തു ഉടനെ വിൽക്കും, നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുമെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ആരോ സംസാരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ പറയും, മാതാവേ ഒരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം അന്ന് പള്ളിയിൽ ഈ ഞങ്ങൾ കൊന്ത ചൊല്ലിയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പം മഴ തൂളാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് ദൂരം തിരികെ യാത്ര ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറയുവാണ്, നീ മുകളിലേക്കൊന്ന് നോക്കിക്കേ, ഇതാ മഴവില്ല് തെളിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ ഉറപ്പിച്ചു, മാതാവ് എനിക്ക് അടയാളം തന്നതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. പിറ്റേന്ന് വൈകിട്ട് 7 മണി സമയത്ത് 2 ബ്രോക്കർമാർ എന്നെ വിളിക്കുവാണ്, ഒരു പാർട്ടി വന്നിട്ടുണ്ട് വസ്തു എടുക്കാനായിട്ട്, ഞങ്ങളിപ്പോൾ വരുവാന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, രാത്രിയിൽ വന്ന് നിങ്ങളെങ്ങനെയാണ് വസ്തു കാണുന്നത്, ഇരുട്ടത്ത് നിങ്ങളെങ്ങനെയാണ് വസ്തു കാണുന്നത്? അപ്പോൾ പറഞ്ഞു, ഇരുട്ടത്തെ പുള്ളി വസ്തു കണ്ടു, ഞങ്ങൾ വസ്തു കാണിച്ചിട്ടാണ് നിൽക്കുന്നത്, സാറൊന്ന് കയറി വന്നാൽ മതി. അപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ അധ്യാപകനൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ സാറൊന്ന് കയറി വന്നാൽ മതി, വീട്ടിലേക്ക് കയറി വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നപ്പം അദ്ദേഹം എന്നോട് പറയുകയാണ്, എനിക്ക് വസ്തു ഇഷ്ടപ്പെട്ടു, ഞാനിത് വാങ്ങിക്കാൻ റെഡിയാണ്, നാളെ വൈഫിനെ കൂടെ കാണിച്ചിട്ട് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം വൈഫിനെ കൊണ്ട് കാണിച്ചിട്ട് എനിക്ക് അഡ്വാൻസ് തരുവാണ്. ആദ്യത്തെ പ്ലോട്ട് പോയി, ഞാനൊരു 30 സെൻറ്റാണ് വിൽക്കാൻ ഇട്ടിരുന്നത്, അത് ആദ്യത്തെ 15 സെൻറ്റ് അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ അഡ്വാൻസും തന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഞാൻ നോക്കുമ്പം അടുത്ത ദിവസം തന്നെ അടുത്ത ഒരു പാർട്ടി വരുവാണ്, അടുത്ത 15 സെൻറ്റും കച്ചവടമായി. അപ്പോൾ ഞാൻ ഈ വസ്തു വിറ്റ് കിട്ടിയ ഉടനെ, അഡ്വാൻസ് ആയ ഉടനെ ഞാനിവിടെ വന്ന്, അലക്സച്ചനായിരുന്നു അന്ന് ഇവിടെ ഇരുന്നായിരുന്നു സാക്ഷ്യത്തിൻ്റെ അവിടെ, ഞാൻ അച്ഛനടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വസ്തു വിറ്റു, ഞാൻ സാക്ഷ്യം പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, ഇപ്പോൾ പറയണ്ട, അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യട്ടെ, ഫൈനാൻഷ്യലായിട്ടുള്ള എല്ലാ ഇടപാടുകളും തീർത്തിട്ട് വസ്തു എഴുതി കൊടുത്തതിന് ശേഷം ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വസ്തു ഇന്നലെ കൊണ്ട് ഞാൻ അതിൻ്റെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ വില എനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ കടങ്ങൾ വീട്ടി എൻ്റെ കയ്യിൽ മിച്ചം പൈസയും മാതാവും ഈശോ എനിക്ക് തന്നു. ഇതാണ് എനിക്ക് കിട്ടിയ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം വളരെ സ്മൂത്തായിട്ട്, അതായത് കർത്താവിൻ്റെ സമയമായപ്പം എനിക്കത് കർത്താവ് തന്നു എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന സമയത്ത് കാലിലൊരു മുഴ വന്നു. അത് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുവാണ്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എന്നോട് പറയുവാണ്, ഈ മുഴ ഇതിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നാളെ അഡ്മിറ്റ് ആയിക്കോ, നാളെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ആ സമയത്ത് 5 പൈസ കയ്യിലെടുക്കാനില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ നാളെ വന്ന് അഡ്മിറ്റ് ആകാം, ഇന്നെനിക്ക് ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. ഞാൻ വന്ന് വൈഫിനോട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ അവർ പറയുന്നത്, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല, ഞാൻ ഏതായാലും മാതാവിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് എനിക്ക് അത് മാറ്റിത്തരും, അതുകൊണ്ട് ഞാനത് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചൊല്ലി കഴിയുമ്പം ഞാൻ ഈ മുഴയുടെ മുകളിൽ ഉടമ്പടി തൈലം പുരട്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് പസ് പോലെ ഫോം ചെയ്തു.
അത് പഴുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് അതിഭയങ്കരമായ വേദന മുഴയിൽ അനുഭവപ്പെട്ടു. മുട്ട നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്ത്, കാരണം ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിക്കുന്നതാണ്, എൻ്റെ ഈ വേദനയെക്കാളും വലിയ വേദന അനുഭവിച്ച ആണാണല്ലോ ക്രൂശിതനായി കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇനി എന്നെ സംബന്ധിച്ചൊരു വേദനയല്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ ബലം പ്രയോഗിച്ച് മുട്ടയിൽ കുത്തി നിന്നു. ആ മുട്ടയിൽ കുത്തി നിൽക്കുന്ന സമയത്ത് അതങ്ങ് പൊട്ടിക്കഴിഞ്ഞ് ഞാൻ മുട്ടയിൽ നിന്ന് എഴുന്നേൽക്കുമ്പം അതിൽ നിന്ന് പസ്സും വെള്ളവും പുറത്തേക്ക് ഒഴുകുകയാണ് ഞാൻ കാണുന്നത്. 2-3 ദിവസം കൊണ്ട് അത് തനിയെ ചുങ്ങി അത് ചെറുതായി അതില്ലാതെ അതിൻ്റെ സ്കാർ മാത്രമായിട്ടാണ് ഇപ്പോൾ എൻ്റെ മുട്ടിലുള്ളത്. മുട്ടിന് താഴെയാണ്, മുട്ടയിലല്ല, അത് ഈ ഭാഗത്തായിട്ടാണ് എനിക്ക് വന്നത്. അപ്പോൾ അതെനിക്കിപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല, മുട്ട നിൽക്കാം. ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവും ഈശോ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നഷ്ടപ്പെട്ടു പോയ PG കഴിഞ്ഞ്, ഞാൻ PG കഴിഞ്ഞിട്ട് 25 വർഷമായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ PG കഴിഞ്ഞ ഉടനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത, ഞാൻ MBA കഴിഞ്ഞൊരു വ്യക്തിയാണ്. അന്ന് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ജോലികൾ ലഭിച്ചതുകൊണ്ട് ഞാൻ ജോലിയുടെ പുറകെ അങ്ങ് പോയി. എൻ്റെ കയ്യിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും മാത്രമേ ഉള്ളൂ. അത് വെച്ച് എനിക്ക് പലയിടത്തും ജോലികൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ബോധേഡല്ലായിരുന്നു. ഇത് മറന്നും പോയി, ഇങ്ങനെ അപ്ലൈ ചെയ്ത കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ള. പിന്നെ എനിക്ക് ഫർദർ സ്റ്റഡീസ് എന്നുള്ള ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ച്, ഞാനിങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് അപ്ലൈ ചെയ്തതാണ്, എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്ന് നമ്മളോട് അവർ പറയുന്നത് നിങ്ങളിത് പോസ്റ്റലിൽ അയച്ചു തരുമെന്നാണ്. അപ്പോൾ പോസ്റ്റലിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പം ഞാനിത് അങ്ങനെ അവരോട് ഒരു പരാതി പോലെ പറഞ്ഞപ്പോൾ അവർ പറയും, ഞങ്ങൾ ഓൾറെഡി ആ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് അയച്ചതാണ്, നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി പ്രൊസീജിയറാണ്. അത് അത്രയും നമുക്ക് ഒത്തിരി കടമ്പകൾ നമ്മൾ കിടന്നാൽ മാത്രമേ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കേൾക്കുവാണ്. അച്ഛൻ പറയുവാണ്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ എന്ത് ഡോക്യുമെൻറ്റ്സും, നിങ്ങളുടെ ആധാരമായിക്കോട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഏത് സാധനവും മാതാവ് കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കും, എവിടെയാണെന്നത് ഓർമ്മിപ്പിക്കും, നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈ MBAയുടെ സർട്ടിഫിക്കറ്റ് എനിക്കൊന്ന് കിട്ടണം, എൻ്റെ മാതാവെ എവിടെയാണെന്ന് കണ്ടെത്തി തരണം എന്ന് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളിലൊരു തോന്നൽ വരുവാണ്, നിങ്ങൾ പഠിച്ച കോളേജിലെ ഡയറക്ടർക്ക്, MBAയുടെ ഡയറക്ടർക്ക് ഒരു മെയിൽ അയക്കുന്നൊരു ഉൾവിൽ എനിക്ക് തോന്നി. ഞാൻ ആ മൊമെൻറ്റിൽ തന്നെ ഒരു മെയിൽ ഡയറക്ടർ, കാരണം 25 വർഷം മുമ്പ് ഞാൻ പഠിച്ചിറങ്ങിയ കോളേജാണ്. ആ കോളേജിൽ നിന്ന് ഒരു ഓട്ടോണമസ് കോളേജുമാണ്. അപ്പോൾ എനിക്ക് ആ കോളേജിലേക്ക് ഇത് അയച്ചാൽ എന്നെ പരിചയമില്ലാത്ത, 25 വർഷം മുമ്പ് അവിടുത്തെ അലുമിനിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ഒരു പരിചയമില്ലാത്ത ഡയറക്ടറാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മെയിൽ അദ്ദേഹത്തിന് അയച്ചു. അയക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച്, അത് ഉപ്പ് വെച്ച് അതിൽ കുരിശ് വരച്ചു, ഉടമ്പടി തൈലം വെച്ച് മെയിലിൽ പ്രാർത്ഥിച്ചു. ഞാനിത് ഫോർവേഡ് ചെയ്തു. ഞാൻ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഡയറക്ടർ എന്നെ തിരിച്ച് മെയിൽ ചെയ്യുവാണ്, താങ്കളുടെ സർട്ടിഫിക്കറ്റ് കോളേജിലെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം ഞാൻ അതിനകത്ത് എൻ്റെ MBAയുടെ രജിസ്റ്റർ നമ്പർ അതെൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു, MB 440-216 എന്ന നമ്പർ, അത് ഞാൻ മെൻഷൻ ചെയ്താണ് മെയിൽ അയക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ച് മെയിൽ തരുവാണ്, താങ്കൾക്ക് വന്ന് ഇത് കളക്ട് ചെയ്യാം, ഇത്രയും കാലം ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് ഞങ്ങൾ ഇതിനിവിടെ കീപ്പ് ചെയ്തുകൊണ്ട് താങ്കളൊരു ചെറിയ പെനാൽറ്റി അടയ്ക്കണം, ഒരു 10,500 രൂപ അടയ്ക്കാൻ പ്രിപ്പയർഡ് ആയിട്ട് വേണം ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കിട്ടിയ അന്നേരം തന്നെ ഞാൻ സാറിനെ വിളിച്ചു. സാറിൻ്റെ മൊബൈൽ നമ്പർ എനിക്ക് തന്നു. ഞാൻ വിളിച്ച്, സാറേ എനിക്ക് ഇങ്ങനെ വന്ന് നാളെ തന്നെ ഞാൻ വരാൻ ഉദ്ദേശിക്കണം, ഇന്ന് വൈകിട്ടത്തെ ബസ്സിന് ഞാൻ കയറി വരും, സാറ് അവിടെ ഉണ്ടാകുകയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം പോയി. എൻ്റെ നഷ്ടപ്പെട്ടു പോയി 25 വർഷമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന, അല്ലെങ്കിൽ കിട്ടുകയില്ല, ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ മാതാവ് എനിക്ക് തിരികെ വീണ്ടെടുത്ത് തന്നു. ഇത് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം. 4ാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, വലിയ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. ഞാൻ കൃപാസനം പത്രം എല്ലാ മാസവും ഇവിടെ വന്ന് വാങ്ങിക്കുന്നയാളാണ്. അത് ഞാൻ വിതരണം ചെയ്യും. അപ്പം ഞാൻ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. ഞാൻ സാധാരണ വരുമ്പോൾ അതിരാവിലെ കാറിൽ ഇങ്ങോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കസിൻ ഒരു സിസ്റ്റർ, റെവറൻഡ് സിസ്റ്റർ പറഞ്ഞു, ഞാനും കൂടെ വരുന്നുണ്ട് ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെ വരുമ്പം, അപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സിസ്റ്ററേയും കൂട്ടി അതിരാവിലെ ഒരു 3:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞങ്ങളൊരു ഇറങ്ങുമ്പോൾ തുടങ്ങി ഞങ്ങൾ കൊന്ത ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പകുതി വഴി എത്താറായപ്പോഴത്തേക്കും ഒരു വളവിൽ വന്നപ്പോഴത്തേക്കും വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. വണ്ടിക്ക് എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്താ സംഭവിക്കുന്നത് എൻ്റെ മാതാവേ എന്ന് ചോദിക്കുകയും വണ്ടി ഒന്ന് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട്
വട്ടം തിരിഞ്ഞ് റോഡിന് നടുക്ക് തിരിഞ്ഞിട്ട് അരികിലുള്ള ഭിത്തിയിലേക്ക് ഇടിക്കാൻ പോകും. ഞാൻ ഓർത്ത് ഇടിച്ചു, ഞങ്ങൾ തീർന്നു എന്ന് ഞങ്ങൾ മനസ്സിൽ പെട്ടെന്ന് വെച്ചു. പക്ഷേ മാതാവിനെ വിളിച്ചത് കൊണ്ടായിരിക്കും, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഒരടിക്ക് മുമ്പിൽ മതിലിടിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി നിന്നു. റോഡിന് വിലങ്ങിയാണ് വണ്ടി നിന്നത്. ഞാൻ അവർക്ക് അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷപ്പെടും. കാരണം എതിർ ദിശയിൽ നിന്ന് വളവായതുകൊണ്ട് വണ്ടി വന്നാൽ, അല്ലെ പുറകിൽ നിന്നൊരു വണ്ടി വന്നാൽ ഈ ഞങ്ങൾ വട്ടം കറങ്ങുന്ന സമയത്ത് അവർ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ മതിലിടിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെ മോശമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ പ്രത്യേക കൃപ കൊണ്ട് അപകടത്തിൽ നിന്നും മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ ഞാനിപ്പോൾ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ്, പക്ഷേ എനിക്ക് കിട്ടിയ ജോലികളെല്ലാം ഞാൻ ജോലിയിൽ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് കോളേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ, സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീണ് എൻ്റെ കാലൊടിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് ആദ്യമേ. അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ജോലി നൽകണമെന്നുള്ളത്. അപ്പോൾ ഉടമ്പടി ഉടനെ തന്നെ കർത്താവ് എനിക്കൊരു ടെമ്പററി ജോലിയാണ്. ഇപ്പോഴും ഞാൻ ആ ടെമ്പററി ജോബിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു പെർമനൻറ്റ് ജോബായി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവസരം മാതാവ് എത്രയും പെട്ടെന്ന് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് പത്രം എല്ലാ മാസവും മേടിക്കും. എല്ലാ ആശുപത്രികളിലും ഞാൻ പോകും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, അവിടെ രോഗികളെ കാണും, അവർക്ക് പത്രം വിതരണം ചെയ്യും. ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് കിലോമീറ്ററുകൾ 30-40 കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യും. പോകുന്ന എല്ലാ കവലകളിലും ഞാൻ സ്കൂട്ടർ നിർത്തിയിട്ട് ഇറങ്ങി വരും, പത്രമായിട്ട് പോകും. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി നിന്ന് അവരോട് വചനം പറഞ്ഞും ഇതിൻ്റെ കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയും പത്രങ്ങൾ കൊടുക്കുകയും, അങ്ങനെ അല്ലെങ്കിൽ കവലകളിൽ ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് കണ്ടാൽ അവിടെ പോയി ഞാൻ അവർക്ക് പത്രം കൊടുക്കും. എനിക്ക് റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ തവണയും ഇറങ്ങുമ്പം ഉടമ്പടി തൈലവും ഉപ്പും ഈ പത്രത്തെ വിതറിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് റിജക്ഷൻസ് എന്ന് പറയാൻ എനിക്ക് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇത്രയും നാളും ഈ 2-2.5 വർഷമായിട്ട് ഞാൻ ചെയ്ത റിജക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വിരലിനാന്ന് ഒരു 4-5 ഇൻസിഡൻസേ എനിക്ക് പറയാനുള്ളൂ. അതിൽ കൂടുതലൊരു റിജക്ഷൻസ് എനിക്ക് വന്നിട്ടില്ല. അത് ചിലരിവിടെ വന്ന് എടുത്തവർ തന്നെ എന്നോട് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ പാസിഫൈ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു, താങ്കൾ ഉടമ്പടിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ കറക്റ്റ് ആകാഞ്ഞത് കൊണ്ടായിരിക്കാം അത് കിട്ടാതെ പോയത്. അപ്പം നമ്മൾ ഉടമ്പടിയിൽ അത് വീണ്ടും ഇവിടെ വന്ന് പുതുക്കിയിട്ട് അത് ചെയ്യാൻ ഉപദേശിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതുപോലെ പലരും അധ്യാപക ജോലിയിലൊക്കെ ഇടപെടുന്നവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചില്ല. കാരണം ഞാനിവിടെ ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പോയി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇത് ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണും, അത് ഷെയർ ചെയ്യും, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞാൻ ഷെയർ ചെയ്യും, അത് സ്റ്റാറ്റസ് ഇടും. ഇതാണ് നമ്മൾ പ്രേക്ഷിത വേലയിൽ ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ എല്ലാം ഞാൻ ആളുകൾക്ക് ആശുപത്രിയിൽ പോയി രോഗികളെ കാണും. അവർക്ക് ഞാൻ നമ്മുടെ തൈലം കൊണ്ടുപോയി കുരിശ് വരച്ച് ഞാൻ അവിടെ പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ. അപ്പം അവർ പ്രാർത്ഥിക്കാൻ അനുവദിക്കും. അത് ഏത് ജാതി ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഞാൻ നോക്കാറില്ല. ഞാൻ ഉടമ്പടി തൈലം വെച്ച് അവരെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. ചിലർക്ക് കാശുരൂപം കൊടുത്തിട്ടുണ്ട്. ചിലരോട് ഞാൻ ഉപ്പും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തേനോ ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇത് ഭക്ഷണത്തിൽ കഴിക്കുക, നിങ്ങൾക്ക് സൗഖ്യം പെട്ടെന്ന് തന്നെ മാതാവ് തരും. അതുപോലെ തന്നെ ഞാൻ ഈ പ്രാർത്ഥന ഇത് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ, ചില സാഹചര്യങ്ങളിലൊക്കെ ആശുപത്രിയിൽ പുറത്തിറങ്ങി ശ്വാസം മുട്ടിയിട്ട് 250-300 രൂപയാണ് മരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എന്നോട് അപ്രോച്ച് ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അന്നേരം പോയി മരുന്ന് മേടിച്ച് അവർക്ക് കൊടുത്ത് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് അവർക്കത്, കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും അവിടെ മരുന്ന് റെഡിലി അവൈലബിൾ അല്ല. അപ്പോൾ അവർ പറയും പുറത്തോട്ട് എഴുതി കൊടുക്കും ഇവർക്ക്. അന്നേരമാണ് ഇവർക്ക് നമ്മുടെ സഹായം ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പലരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്ന മിക്കവാറുമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ നമ്മളവിടെ ഇറങ്ങുന്ന സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറ് നാളെ അടുത്ത ദിവസം വരുമോ? സാറ് വരുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സാറ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ട്, അപ്പോൾ വരികയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. വീട്ടിൽ നിന്ന് വൈഫ് ഭക്ഷണം പൊതി ഉണ്ടാക്കി തരും, അത് ഞാൻ കൊണ്ട് ഇവർക്ക് കൊടുക്കും. ഓർഫണേജുകളിൽ പോകാറുണ്ട്, അവിടെയും പോയി ഞാൻ ഭക്ഷണം കൊടുക്കും. എന്നെക്കൊണ്ട് വരുന്ന പോലെ സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. പല സ്ഥലത്തും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങൾ അവരോടൊപ്പം ദിവസം സ്പെൻഡ് ചെയ്ത് അവരെ കേട്ട് കൂടുതൽ കേൾക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം. പലരും നമ്മളോട് സങ്കടപ്പെടാറുണ്ട്, എൻ്റെ മക്കളെന്നെ പലരും മക്കളൊക്കെ ഉപേക്ഷിച്ചപ്പെട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് പറയാറുണ്ട്, മക്കളെന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് പോയി. അപ്പോൾ ഞാൻ പറയുന്നു, അപ്പയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് പെട്ടെന്ന്
ഞങ്ങളെപ്പോലുള്ള മക്കൾ എപ്പോഴും വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെപ്പോഴും അവിടെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മക്കളായിട്ട് തന്നെ കണ്ടാൽ മതി എന്നൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ സജഷൻസൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് ഞങ്ങൾ പ്രേക്ഷിത വേലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വഴിയിലൂടെ പോകുമ്പോൾ ഞാൻ ഭക്ഷണപ്പൊതി മേടിച്ച് സ്കൂട്ടറിൽ വെക്കും. ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഞാൻ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ കുറേ 4-5 പാക്കറ്റ്സ് വീതം മേടിച്ചിടും. അംഗവൈകല്യമുള്ള ആളുകളെ ഞാൻ കണ്ടാൽ അവിടെ സ്കൂട്ടർ നിർത്തും, ഞാൻ ഇറങ്ങി ഇവർക്ക് ഈ ഭക്ഷണം കൊടുക്കും, ഭക്ഷണപ്പൊതി കൊടുക്കും. ഭക്ഷണം കഴിച്ചതാണോ എന്ന് ചോദിക്കും. സാമ്പത്തികമായിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് പൈസ ഇല്ലെങ്കിൽ ആ പൈസ എൻ്റെ കയ്യിൽ ഉള്ളതുപോലെ ഞാൻ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. ആത്മീയമായിട്ട് എനിക്കുണ്ടായ ഉണർവ് ഞാൻ പറഞ്ഞല്ലോ, ബൈബിളും കുർബാനയിലൊക്കെ സജീവമായിട്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000